നമ്മൾ ഇന്ന് പോകുന്നത് തെക്കൻ കേരളത്തിലെ ഒരു പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. മലയടിമല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലേക്ക്. പ്രകൃതിരമണീയമായ കന്യാകുമാരി ജില്ലയിലെ മലയടി ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ശിവഭക്തർക്ക് ഒരു പുണ്യഭൂമി മാത്രമല്ല, പ്രകൃതി സ്നേഹികൾക്കും ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ആനന്ദം നൽകുന്ന ഒരിടം കൂടിയാണ്. തെക്കൻ കൈലാസം എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 42 കിലോമീറ്റർ ദൂരമുണ്ട് മലയടിമല ക്ഷേത്രത്തിലേക്ക്. റോഡ് മാർഗം എളുപ്പത്തിലിവിടെ എത്താം. സ്വകാര്യ വാഹനങ്ങളിലോ ബസ്സിലോ യാത്ര ചെയ്യാം. കന്യാകുമാരി ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള വണ്ണിയൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും കുന്നുകളും മലകളും നിറഞ്ഞ മനോഹരമായ ഒരു ഗ്രാമമാണിത്. യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭൂതി നൽകുന്ന ഒന്നാണ്. ശിവഭഗവാന്റെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഈ ക്ഷേത്രം കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എത്താൻ അല്പം നടന്നു കയറേണ്ടതുണ്ട്. ആ നടത്തം പോലും ഒരു തീർത്ഥാടനത്തിന്റെ ഭാഗമായി നമുക്ക് അനുഭവപ്പെടും. ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ പടികൾ ഒരുക്കിയിട്ടുണ്ട്. അതിനാൽ സാധാരണഗതിയിൽ ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ ക്ഷേത്രത്തിലെത്താൻ സാധിക്കും. മല കയറുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ വിശ്രമിക്കാനായി വഴിയിലിരിക്കാൻ പാകത്തിൽ കല്ലുകൾ ഒരുക്കിയിട്ടുള്ളതും ഏറെ സഹായകമാണ്. പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യയുടെ ഭംഗി ഇവിടെ കാണാം. പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ഉപദേവതകളും ഇവിടെയുണ്ട്. ക്ഷേത്ര പരിസരം അതിഗംഭീരമായൊരു അന്തരീക്ഷം നൽകുന്നു. ശാന്തവും ഭക്തിനിർഭരവുമാണ് ഇവിടുത്തെ ചുറ്റുപാട്. മലയടിമല ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന് പിന്നിൽ മനോഹരമായൊരു ഐതിഹ്യമുണ്ട്. ഇവിടം തെക്കൻ കൈലാസം എന്നറിയപ്പെടാൻ ഒരു കാരണമുണ്ട്. വിശ്വാസികൾ പറയുന്നതനുസരിച്ച് ഒരിക്കൽ ഭഗവാൻ ശിവൻ കൈലാസത്തിൽ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ മലയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനാവുകയും ഇവിടെ തങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാണ്. അങ്ങനെയാണ് ഈ സ്ഥലം ഒരു പുണ്യഭൂമിയായി മാറിയതെന്നാണ് വിശ്വാസം. ഭഗവാന്റെ സാന്നിധ്യം ഇവിടെ എന്നുമുണ്ടെന്നും ഭക്തർക്ക് അനുഗ്രഹം ലഭിക്കുമെന്നും കരുതപ്പെടുന്നു. അവിസ്മരണീയമായൊരു യാത്രയായിരുന്നു അത്. മഴ ചാറി നിന്നൊരു ദിവസമായിരുന്നു. അതുകൊണ്ടുതന്നെ കാലാവസ്ഥ അതിമനോഹരമായിരുന്നു. തണുത്ത കാറ്റും പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളും യാത്രയ്ക്ക് കൂടുതൽ ഭംഗി നൽകി. ഉച്ചയോടെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിലെത്തിയത്. നിർഭാഗ്യവശാൽ നട അടച്ചിരുന്നതിനാൽ ദർശനം സാധിച്ചില്ല. എങ്കിലും ക്ഷേത്രത്തിന്റെ പ്രശാന്തമായ അന്തരീക്ഷം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. ക്ഷേത്രത്തിന് സമീപത്തായി മലമുകളിൽ ഒരു അത്ഭുതകരമായ കുളമുണ്ട്. എത്ര വേനലായാലും ഈ കുളത്തിലെ വെള്ളം ഒട്ടും കുറയില്ല എന്നതൊരു പ്രത്യേകതയാണ്. പ്രകൃതിയുടെ ഈ വിസ്മയം നേരിട്ട് കാണാൻ സാധിച്ചത് യാത്രാനുഭവത്തെ കൂടുതൽ സമ്പന്നമാക്കി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള ഗ്രാമങ്ങളും തെങ്ങോലകളും പച്ചപ്പും കണ്ണിന് കുളിരേകുന്ന കാഴ്ചയാണ്. പ്രത്യേകിച്ചും രാവിലെയും വൈകുന്നേരവും ഇവിടുത്തെ കാഴ്ചകൾ അവിസ്മരണീയമാണ്. ശാന്തമായൊരു അന്തരീക്ഷം ഇവിടെയുണ്ട്. ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും പറ്റിയൊരിടമാണിത്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടേറെ മനോഹരമായ ഫ്രെയിമുകൾ ഇവിടെ നിന്ന് ലഭിക്കും. മലകയറ്റവും പ്രകൃതിയെ അടുത്തറിയാനും ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തെരഞ്ഞെടുപ്പാണ്. മഹാശിവരാത്രിയാണ് ഇവിടത്തെ പ്രധാന ഉത്സവം. ഈ സമയത്ത് ആയിരക്കണക്കിന് ഭക്തരാണ് ദർശനത്തിനായി ഇവിടെ എത്തുന്നത്. പ്രദോഷ ദിവസങ്ങളിലും തിങ്കളാഴ്ചകളിലും ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടക്കാറുണ്ട്. ഈ ക്ഷേത്രം ഒരുപാട് പഴക്കമുള്ള ഒന്നാണെന്നും
വിശ്വാസങ്ങൾ ഒരുപാട് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവെന്നും പറയപ്പെടുന്നു. അങ്ങനെ നമ്മൾ മലയടിമല ശ്രീമഹാദേവർ ക്ഷേത്രത്തിലെ യാത്ര പൂർത്തിയാക്കിയിരിക്കുന്നു. മനസ്സും ശരീരവും ഒരുപോലെ പുണ്യമായൊരു അനുഭവമായിരുന്നു ഇത്. തീർച്ചയായും നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ശ്രമിക്കണം. പ്രകൃതിയുടെ സൗന്ദര്യവും ആത്മീയമായ അനുഭൂതിയും ഒരുമിച്ച് ആസ്വദിക്കാൻ പറ്റിയ ഒരിടമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ യാത്രാ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.